നമസ്കാരം. കൊല്ലവർഷം 1202 എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഈ 1202 ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതാണ്. ജന്മക്കൂറിലെ വ്യാഴവും 9 ശനിയുമൊന്നും അത്ര നല്ലതല്ല. നിങ്ങൾക്ക് സ്ഥാനഭ്രംശ സാധ്യത കാണുന്നുണ്ട്. ജോലിയിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ വേണം. നിങ്ങളുടെ ആലോചനക്കുറവും അശ്രദ്ധയും കാരണം ജോലിയിൽ ചില പ്രയാസങ്ങളോ കുറവുകളോ വരാം. അങ്ങനെ ഉണ്ടായാൽ അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കും. വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെ ജാഗ്രത പാലിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ ബാധിക്കും. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം വരാം. എങ്കിലും ആ ശ്രമം തുടരേണ്ടതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് പല മാറ്റങ്ങൾക്കും ഇടയുണ്ട്. നിലവിലുള്ള കർമ്മരംഗത്ത് വരുന്ന മാറ്റങ്ങളെല്ലാം അനുകൂലമായിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ പറയുന്നത്. നിങ്ങളുടെ കർമ്മരംഗത്തെ ഭംഗിയായി നിലനിർത്താൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ ധാരാളമുണ്ട്. അവർക്ക് ചെറിയ അശ്രദ്ധയുണ്ടായാൽ അവരുടെ ഈ തൊഴിൽ രംഗം തന്നെ ബുദ്ധിമുട്ടിലാകും. അത് ഉണ്ടാകാതെ നോക്കിക്കൊള്ളണം. നിങ്ങളുടെ നല്ല പരിശ്രമം കൊണ്ട് മാത്രം മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഈ തൊഴിൽ രംഗത്തെ നന്നായി നിലനിർത്തി പോകാൻ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർ വളരെ ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോകാൻ. ഇല്ലെങ്കിൽ ധനനഷ്ടങ്ങൾക്കിടയുണ്ട്. നിങ്ങളുടെ കച്ചവട രംഗത്ത് നഷ്ടങ്ങൾ ഉണ്ടാകാം, സാമ്പത്തിക പോരായ്മകൾ ഉണ്ടാകാം, പരാജയങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ വിപുലീകരിക്കാനുള്ള ശ്രമത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരാം. അത് ഒഴിവാക്കാൻ വളരെ കരുതൽ എടുക്കണം. പണമിടപാടുകൾ സൂക്ഷിച്ച് തന്നെ ചെയ്യണം. നിങ്ങൾ ബിസിനസ് രംഗത്ത് പണം മുടക്കുമ്പോഴായാലും അല്ലെങ്കിൽ വീട് പണി, കടമുറികളും മറ്റും പണിയുക, പിന്നെ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക, ഇങ്ങനെ ചില പ്രത്യേക കാര്യങ്ങളിൽ വലിയ രീതിയിൽ പണം മുടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനഷ്ടം വരികയോ പാഴ്ചെലവ് ഉണ്ടാവുകയോ ഒക്കെ സംഭവിക്കാം. അത് കരുതൽ വേണമെന്ന് പറഞ്ഞു എന്ന് മാത്രം. യാത്രാക്ലേശം, അലച്ചിൽ തുടങ്ങിയ പ്രയാസങ്ങൾക്കിടയുണ്ട്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന അത്ര ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല. ഉപരിപഠന കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടം കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിലും ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരാം. അതിനെന്താണ് പരിഹാരം? സംഭാഷണങ്ങളിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുക. വളരെ ആലോചിച്ചു മാത്രം വർത്തമാനം പറയുക. ആവശ്യമുള്ള കാര്യം മാത്രം സംസാരിക്കുക. നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആവശ്യമുള്ളതുമായ കാര്യത്തിൽ മാത്രം ഇടപെടുക. മനസ്സിന്റെ പിരിമുറുക്കവും ശ്രദ്ധയും സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകണം. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കുറയും. ടെൻഷൻ കൂടാതിരിക്കാൻ പരിശ്രമിക്കുക. ആവശ്യമെങ്കിൽ യോഗ പരിശീലനം, ധ്യാന പരിശീലനം ഒക്കെ ചെയ്യുക. നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലോ കുടുംബക്കാവുകളിലോ ഒക്കെ കൃത്യമായ ശ്രദ്ധ നൽകി വേണ്ട പൂജാകർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശി വിചിന്തനം ചെയ്യുന്നതിലൂടെ ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി അവ നടപ്പിലാക്കി മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് വിജയിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും.